ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഈ വീക്ക് കംപ്ലീറ്റ് നമ്മൾ ആക്രിലിക് മാർക്കർ സീരീസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. ആ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് പല ഡൗട്ട്സും ചോദിച്ചിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോസിലല്ല ഡൗട്ട്സ് വന്നത്, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് ഡൗട്ട്സാണ്, കോമൺ ഡൗട്ട്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. സോ ഞാൻ ഇന്നത്തെ വീഡിയോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഡൗട്ട് എന്ന് ചോദിച്ചാൽ ഏത് കമ്പനിയുടെ ആക്രിലിക് മാർക്കേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞതാണ്. എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഡൂഡിൽ ഡാഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആക്രിലിക് മാർക്കേഴ്സാണ് കിട്ടിയത്. ഇതിൽ 36 കളേഴ്സാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയൂല, കാരണം MRP കണ്ടു. അവരത് എൻ്റെ സിസ്റ്റർ, അവരെന്നല്ല എൻ്റെ സിസ്റ്ററാണ്, അവളത് അവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് എനിക്കറിയൂല. പിന്നെ ഇത്രയും സർഫസിലായിട്ട് പേപ്പറിൽ, ഫാബ്രിക്കിൽ, പ്ലാസ്റ്റിക്കിൽ, ഗ്ലാസ്, വുഡ് ഇതിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ഇൻസ്ട്രക്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഡൂഡിൽ ഡാഷ് എന്ന് പറഞ്ഞ ആക്രിലിക് മാർക്കേഴ്സിനെ കുറിച്ചിട്ട്, അതിൻ്റെ കമ്പനീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇത് പല ടൈപ്പ് മാർക്കേഴ്സ് ഉണ്ട്. ഇത് കുറച്ച് സ്ലിം ആയിട്ടുള്ളതാണ് കേട്ടോ. സ്ലിം ഗ്രിപ്പ് പ്രോ ആണ്. ഇത് സ്ലിം ആണ്. സ്ലിം അല്ലാത്ത കുറച്ച് തടിച്ച രീതിയിലുള്ള പെൻസും നിങ്ങൾക്ക് കാണാം, മാർക്കേഴ്സും അവൈലബിൾ ആയിട്ട് കാണാം അല്ലേ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, 36 ഷെയ്ഡ്സ് ആണുള്ളത്. പിന്നെ അടിപൊളിയാണ് കേട്ടോ. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതിനെക്കുറിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കണം. എനിക്ക് കിട്ടിയ വേറൊരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുട്ടികൾക്ക് 7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ചോദിച്ചത്, മോളെ കാര്യമാണ് ചോദിച്ചത്. അവർക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യെസ്. അതിപ്പം ഏതൊരു കലയാണെങ്കിലും, നമ്മളിപ്പോൾ സംഗീതം പഠിപ്പിക്കുന്നത് 5-ാം വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ എത്ര ചെറുപ്പത്തിലാണോ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്, അവർ വലുതാവും തോറും അതിൽ മാസ്റ്ററായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണ് ലൈഫിലുള്ള, നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയില്ലേ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അത് സത്യമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് രീതിയിൽ, ഏത് കാര്യത്തിലും നമുക്ക് എന്താവാൻ പറ്റും, മാസ്റ്റർ ആവാൻ പറ്റും. അപ്പോൾ ഒരു രീതിയിൽ, ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ മാസ്റ്റർ ആവും. സോ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എല്ലാത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബേസ് സ്ട്രോങ് ആയിരിക്കണം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ സ്കെച്ച് പെൻസൊക്കെ ഉപയോഗിക്കാറില്ലേ, അതൊക്കെ പോലെ തന്നെയാണ് ഇത് സംഭവം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ അറിഞ്ഞിരിക്കാനുണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് പറയാം കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ 3 ടൈപ്പ് ബുക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു സ്കെച്ച് ബുക്ക്, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കട്ടി കുറവാണ്. GSM ഇതിലൊന്നും എഴുതിയിട്ടില്ല അല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു പേപ്പറാണിത്. അപ്പോൾ ഇത് സ്കെച്ച് ബുക്ക് ആക്കാൻ പറ്റുമോ ചോദിച്ചാൽ, ഞാനിപ്പം ഇത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പേപ്പർ ഇങ്ങനെ എന്തായി പോകുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ. പേപ്പർ ഇതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. നമ്മൾ ഏത് ഇതും പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്
അത് അത് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതൊന്നും ശരിക്കും എന്താ പറയുക, നമുക്ക് ഒരു പെയിൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർഫസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. നമുക്ക് വേണമെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാം, നമുക്ക് ഡൂഡിൽ ചെയ്യാം. അതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആക്രിലിക് മാർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ഇതിലിങ്ങനെ പേജ് ഇളകി വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ബുക്കിൽ കാണും. ഇത് അനുപം എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. ഇതിൽ കണ്ടു, ഇത് A4 സൈസാണ് ഷീറ്റ്, 200 GSM ആണ്. അപ്പം നമ്മളെപ്പോഴും ഈ GSM ആണ് നോക്കേണ്ടത്, കട്ടി. അപ്പം ഇതിൽ കട്ടി എന്ന് പറയുമ്പം ഇതെല്ലാം നിങ്ങൾക്ക് കാണാം അല്ലേ, കുറച്ച് കട്ടിയുണ്ട്, കട്ടിയുള്ള ടൈപ്പാണ് ഇത്. ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അത് കട്ടി വേണം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു പ്രശ്നം വരും. പേപ്പർ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, ഉരിഞ്ഞിങ്ങനെ വരിക എന്നുള്ള. ഇത് കുറച്ചും കൂടെ 350 GSM കട്ടിയുള്ള പേപ്പറാണ്, 350 GSM. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കണ്ടോ, മാക്സിമം അബ്സോർപ്ഷൻ, ഹെവി ടെക്സ്ചർ, ആസിഡ് ഫ്രീ. ഇതിൽ നമുക്ക് നമ്മൾ എത്ര ചെയ്താലും നല്ല വൃത്തിക്ക് നമ്മുടെ പെയിൻറ്റിങ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വേറെ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ പേപ്പർ ഉരിഞ്ഞ് വരുന്നതും അബ്സോർബ് ചെയ്യും. വാട്ടർ കളറിനൊക്കെ പറ്റിയ ഒരു പേപ്പറാണിത്. എന്തൊക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് കണ്ടോ, വാട്ടർ കളർ, ആക്രിലിക്സ്, ഇങ്ക്സ്, ഗോഷെ, അത് വാട്ടർ ബേസ്ഡ് മീഡിയ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. 200 GSM ആണെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെൻ, പെൻസിൽ, പോസ്റ്റർ, ആക്രിലിക് ആൻഡ് വാട്ടർ കളേഴ്സ് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെന്നും പെൻസിലും പോസ്റ്റേഴ്സും ഒക്കെ പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പെൻസ് വെച്ചിട്ടും പെൻസിൽസ് വെച്ചിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിൻ്റെ മേലൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മുടെ കുറച്ചൊരു ജേർണൽ പോലെയൊക്കെ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ബുക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ അറിയണം. നമ്മൾ വാങ്ങിക്കുമ്പോൾ ബുക്സ് എപ്പോഴും കുറച്ച് കട്ടിയുള്ള ബുക്സ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 300-400 അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ഇപ്പോൾ ഇത് MRP 200 റുപ്പീസാണ്. അപ്പോൾ അതിനേക്കാളുണ്ട് ഇത്. അപ്പം ഏകദേശം ആ ഒരു റേഞ്ചിൽ. പിന്നെ ചിലത് ഇതിനേക്കാളും നമ്പർ ഓഫ് ഷീറ്റ്സ് അനുസരിച്ചിരിക്കും. 18 ഷീറ്റ്സ് ആണിത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ 400 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. പിന്നെ 600-800 ആ രീതിയിലേക്ക് അങ്ങ് പോകും. സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് വളരെ നിർബന്ധമായിട്ട് പേപ്പറിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇനി ഈ പെന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടോ, കുറച്ച് ഇതുപോലെയാണ് അതിൻ്റെ നിബ്ബെല്ലാം വരുന്നത്. ഓക്കെ, ഇനി ഇത് വരച്ചിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ എങ്ങനെ നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളത്. നമ്മൾ എന്ത് പെയിൻറ്റ് ചെയ്യുമ്പോഴും, അതിപ്പം ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണെങ്കിലും അല്ലാതെ നമ്മൾ മാനുവൽ സ്കെച്ചിങ് ചെയ്യുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്ങനെ നമ്മൾ ഇത് പിടിക്കുന്നു എന്നുള്ളത്, അതുപോലെ എത്ര പ്രഷർ നമ്മളതിൽ കൊടുക്കുന്നു എന്നുള്ളത്. അതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ലൈൻസിൽ തന്നെ വ്യത്യാസം വരും. ഇപ്പം ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അല്ലേ, അത് ഒരു ചെറിയ ഒരു ലൈനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നേരിയ ഒരു തിൻ ലൈനാണുള്ളത്. ഇതിന് ഞാൻ കുറച്ച് പ്രഷർ വെക്കുമ്പോൾ എന്തായി, കുറച്ചുകൂടെ കട്ടിയിലുള്ള ലൈനായിട്ട് മാറി അല്ലേ, കട്ടിയിലുള്ള ലൈനായിട്ട് മാറി. പിന്നെ അപ്പോൾ നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ചെറിയ നേർന്നുള്ള പ്രഷറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് നേരിയ ലൈൻ കിട്ടി.
കുറച്ചുകൂടെ പ്രഷർ കൊടുത്ത് ഒന്ന് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? കുറച്ച് കട്ടിയുള്ള ലൈൻ കിട്ടി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ചെറിയ ബേസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് പിടിക്കണം എന്നുള്ളത് വരെ അതിൽ വരും. സോ നമ്മൾ ഫസ്റ്റ് അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈൻസ് ഇട്ടിട്ട് സ്ലാൻഡിങ് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, ഒരു സർക്കിൾ വരച്ചിട്ടും ഇങ്ങനെ വേണം നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ. ഇനി വേറൊരു കാര്യം, ആക്രിലിക് മാർക്കേഴ്സ് എന്ന് പറയണത് പെട്ടെന്ന് തന്നെ എന്താവുന്നതാണ്, ഉണങ്ങുന്ന ടൈപ്പാണ്. ഇതിപ്പോൾ കുറച്ച് അത്ര ഉണങ്ങിയിട്ടില്ല അല്ലേ? അതെ. ഇപ്പം ഈ ഉണങ്ങാത്തതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ പൊതുവേ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പാണ് ആക്രിലിക് മാർക്കേഴ്സ് ഉണ്ടാവുക. സോ അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കളർ തിയറി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു റെഡിൻ്റെ മേലെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൂ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മുടെ കയ്യിലൊക്കെ ആവും, പക്ഷെ വലിയ മൈൻഡ് ആക്കണ്ട. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലെൻഡ് ചെയ്ത്, ഇതാണ് ഞാൻ പേപ്പർ ഇങ്ങനെ വരും എന്നുള്ളത് കേട്ടോ. അത് സാരമില്ല, നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ ആക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളതിന് ഒരു ആൻസറാണ് ഇത്. ഓക്കെ, ഇനി അതിൻ്റെ മേലെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് റെഡ് കുറച്ചും കൂടെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ. അപ്പം അതിൻ്റെ ഇടയിലായിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള കളറ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവമല്ലേ, ഇത് നമ്മൾ അറിയണം. ബ്ലെൻഡിങ് എന്ന് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഇത് ചെയ്യുമ്പോൾ കണ്ടോ ടിപ്പിൽ ആ ബ്ലൂവിൻ്റെ പാട് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈ കളറ് വേറെ ഏതിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക. ഒന്നേ നമ്മുടെ കയ്യിൽ വെച്ച് തുടയ്ക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ വെച്ച് തുടയ്ക്കുക, അല്ലെങ്കിൽ പേപ്പറിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. കയ്യിൽ കളറാവുന്നത് പ്രശ്നമില്ലെങ്കിൽ എനിക്കൊന്നൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ അറിയണം, അതുപോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്, നമ്മൾ ബ്രഷൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ഒന്നിൻ്റെ മേലെ മറ്റൊന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടിപ്പ് നമ്മൾ ആദ്യം വേറൊരു ചെയ്യുന്നതിന് മുൻപായിട്ട് ടിപ്പ് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്ക് കളർ തിയറി യൂസ് ചെയ്തിട്ട് ആക്രിലിക് മാർക്കേഴ്സിൽ എങ്ങനെ കളർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കളർ തിയറി ഞാൻ ഓൾറെഡി, ഇത് കളർ വീലാണല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായി വരച്ചൊരു കളർ വീലാണ് കേട്ടോ, പെർഫെക്റ്റ് ഒന്നുമല്ല, ചുമ്മാ വരച്ചതാണ് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? ഇതിൽ കോംപ്ലിമെൻ്ററി കളേഴ്സിനെ കുറിച്ച്, അനലോഗസ് കളർ തിയറി എല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബേസ് അറിയണം. ആക്രിലിക് മാർക്കേഴ്സിലും ബേസ് അറിഞ്ഞിട്ട് നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു പെയിൻറ്റിങ്ങും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടി മാത്രം ഞാനിവിടെ ഇത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. കുറേ ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഫാഷൻ ഡിസൈനിങ്ങിൽ നമുക്ക് ആക്രിലിക് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഏത് വേണമെങ്കിലും, എന്ത് മെത്തേഡ്, ഇപ്പോൾ നമുക്ക് ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. വാട്ടർ കളർ യൂസ് ചെയ്യുക, ആക്രിലിക് മാർക്കേഴ്സ് യൂസ് ചെയ്യുക, പെന്ന് യൂസ് ചെയ്യുക, പല രീതിയിൽ നമ്മൾ ഏത് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ആൻസർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം?
അത് പഠിക്കണം, എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് പഠിക്കണം. എന്നിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുക. അപ്പോൾ ഇതിൽ എങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം എടുത്തതിന് ശേഷം അതിലോട്ടേക്ക് നമുക്ക് ഏറ്റവും വലുത് ക്രോക്കി വരയ്ക്കുക, അതിലേക്ക് ഒരു ഗാർമെൻറ്റ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിതിൽ അക്രിലിക് മാർക്കേഴ്സിൽ വെച്ചിട്ടൊരു ക്രോക്കി വരച്ച് അതിലൊരു ഗാർമെൻറ്റ് ചെയ്യുന്നത് കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ, സമയം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയുകയാണേ. അപ്പോൾ ഇതിൽ കളർ വീലിൽ നമ്മൾ ആക്രിലിക് മാർക്കേഴ്സിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് കോംപ്ലിമെൻ്ററി കളേഴ്സും അനലോഗസ് കളേഴ്സും ആണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റെഡും ഗ്രീനും ഓപ്പോസിറ്റ് സൈഡിലുള്ള കളേഴ്സ് എന്താണ്? കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ് അല്ലേ, യെല്ലോ ആൻഡ് പർപ്പിൾ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോംപ്ലിമെൻ്ററി കളേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു ഷാഡോയിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ പലതും ചെയ്യുമ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു യെല്ലോ കളർ ഞാൻ എടുക്കുകയാണ്. യെല്ലോ കളറിൻ്റെ ഒരു ബേസ് ഞാൻ ചെയ്യുകയാണ്. വെറുതെ ഒരു സർക്കിളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. വളരെയധികം ഈ പേപ്പർ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് വന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. 350 GSM ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ആക്രിലിക് മാർക്കേഴ്സ് ചെയ്യുമ്പോഴേ ഇത് ഉണങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഷെയ്ഡിങ്ങിലോട്ടേക്ക് കടക്കാം. ഞാൻ ഇതിൻ്റെ മേലെ ഒരു പേർപ്പിൾ കൊടുക്കുകയാണ്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ട്രാൻസ്പാരൻറ്റ് കളേഴ്സ്, ഒപ്പേക്ക് കളേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത് ട്രാൻസ്പാരൻ്റ് അല്ല, ഇത് ഒപ്പേക്ക്, കുറച്ച് കട്ടിയുണ്ട്. ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ആൽക്കഹോൾ മാർക്കേഴ്സൊക്കെ പോലെ കുറച്ച് നല്ല വൃത്തിക്ക് അത് കിട്ടും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം? യെല്ലോ കോട്ട് കൊടുക്കാം. നമ്മൾ ഈ കളറ് ചെയ്യുമ്പം ഷാഡോയിങ്ങിന് വേണ്ടിയിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നതിന് പകരം ഇതുപോലെ കോംപ്ലിമെൻ്ററി കളേഴ്സായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് കുറച്ചും കൂടെ റിയലിസ്റ്റിക്കും പെർഫെക്റ്റും ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇത്, നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്കത് ബേസ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മനസ്സിലാവും. ഫ്രൂട്ട്സ് വരയ്ക്കാൻ പഠിക്കുക റിയലിസ്റ്റിക്കായിട്ട്. നിങ്ങളെ വീട്ടിലിപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതിനെ അടുത്ത് വെച്ച് അതിൻ്റെ ഷാഡോയിങ് ഒക്കെ നോക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് നമുക്ക് എന്ത് പഠിക്കാം? റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേലെ, ആ പേർപ്പിളിൻ്റെ മേലെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? യെല്ലോ കൊടുത്തു അല്ലേ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ലെയറിങ് ആണ് ഇമ്പോർട്ടൻ്റ്. ആക്രിലിക് മാർക്കേഴ്സിൽ ലെയറിങ് എന്ന് പറയണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ലെയർ ചെയ്തിട്ട് പോണതാണ് ഏറ്റവും ബുദ്ധി. ഇത് ആ പേപ്പർ അടർന്നു പോകുന്നതാണ്. മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഒരിത് കൊടുക്കാതെ. ഓക്കെ, നമുക്ക് ലെയറിങ്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും നമുക്കൊരു, ഇതിപ്പോൾ കുറച്ച് ആ പേർപ്പിൾ കാണുന്നില്ല അല്ലേ, കുറച്ച് ഷെയ്ഡിങ് ആണ് വരുന്നത്. നമുക്ക് പേർപ്പിൾ ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് ആ കളറ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പിന്നെയും നമുക്ക് ഷെയ്ഡ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, കുറച്ചും കൂടെ ആ ഷെയ്ഡിങ് ഇങ്ങനെ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ആ ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സും ഷാഡോയിങ്ങും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതാ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. പക്ഷേ പേപ്പർ ഉരിഞ്ഞു പോകുന്നതുകൊണ്ട് ഓവർ നമ്മൾ എന്ത് ചെയ്യരുത്, പ്രഷർ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നീ ശരിക്കും എന്ത് എൻ്റെ കയ്യിലുള്ള ബുക്സ് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റിങ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊരു സ്ഥലത്ത് ലീവ് ചെയ്യുക, വൈറ്റ് പേപ്പറിൻ്റെ ആ കളർ കിട്ടാൻ ആ ഒരു സ്പേസ് ലീവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വൈറ്റ് ഇതുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഷാഡോയിങ്ങും അതുപോലെ തന്നെ ലൈറ്റിങ്ങും എല്ലാം നല്ല വൃത്തിക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഷാഡോയിങ് ചെയ്യേണ്ടത്. ഇത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വരച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഒരു 6 ഫ്രൂട്ട്സ് ഞാൻ ആക്രിലിക് മാർക്കേഴ്സ് വെച്ചിട്ട് വരച്ചിട്ട് കാണിക്കാം. അത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കിയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.